ഹലോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കോയമ്പത്തൂരിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് സ്പോട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മൾ ഷോപ്പ്. അതൊരു ചെറിയ ഷോപ്പാണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് കിട്ടും. മധുരൈ ബൺ പൊറോട്ടയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഷവായ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. പിന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ ഒരുപാട് പൊറോട്ട ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രാവിലെ അറൗണ്ട് ഒരു 6:30 7 ഒക്കെ ആകുമ്പോഴത്തേക്കിന് ഇവർ പൊറോട്ട ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത്. നൈറ്റ് ഒരു 11 വരെ ഉണ്ടാവും ഈ പൊറോട്ട. ജസ്റ്റ് ഒരുപാട് എണ്ണയിൽ അവർ പൊരിച്ചെടുക്കുന്ന പോലെയാണ് നമ്മൾ ഈ ബൺ പൊറോട്ട ഉണ്ടാക്കുന്നത്. കാണുന്നതിന് നല്ല രസമാണ് ശരിക്കും പൊറോട്ട ഉണ്ടാക്കുന്നത്. ഒരു സൈഡിൽ റോളായിട്ട് വെച്ചിട്ട് ബാക്കി എല്ലാവരും കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേറൊരു ചേട്ടനാണ് ഇതൊക്കെ എടുത്തിട്ട് നല്ല അടിച്ച് അത് പൊറോട്ട സെറ്റാക്കി വെക്കുന്നത്. അടിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ശരിക്കും. ഓരോ സെറ്റ് അടിച്ചിട്ട് പിന്നെ അതവർ നേരെ കാസറോളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ ബൺ പൊറോട്ട ഉണ്ടായത് മധുരയിൽ നിന്നാണെന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് അതവർ കോയമ്പത്തൂർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ എല്ലാ വേൾഡ് വൈഡായിട്ട് പോവുകയും ചെയ്തതാണ്. പിന്നെ പൊറോട്ട മാത്രമല്ല, ഇവിടെ നല്ല ദോശയും കിട്ടും. ലൈവായിട്ട് തന്നെ നല്ല ദോശ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. വെറൈറ്റി ദോശകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് എഗ് ദോശയാണ്. അവരൊരു ദോശ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് മുട്ട ജസ്റ്റ് ഒന്ന് റൗണ്ടിലാക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അവരുണ്ടാക്കുന്നത് കാണാൻ. പിന്നെ അതിനകത്തേക്ക് കുറേ പെപ്പർ പൗഡർ ഇടും. കുറച്ച് ജസ്റ്റ് അതിൻ്റെ ചുറ്റായിട്ടാണ് പെപ്പർ പൗഡർ അവർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരുപാട് ഗീ അവർ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് അത് ഉണ്ടാക്കുന്നത് കാണാനും. പിന്നെ നമുക്ക് ലൈവായിട്ട് തന്നെ ഉണ്ടാക്കി കാണുമ്പോൾ നമുക്കതിൻ്റെ നീറ്റാണോ നല്ല ക്ലീൻ ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതവർ നേരെ റോൾ ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വേണ്ടവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓർഡറിനനുസരിച്ചിട്ടാണ് അവർ ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. ആ രണ്ടായിട്ട് അവർ കട്ട് ചെയ്ത് പിന്നെ അതും ഒരു ഫോൾഡ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ ഒരു വെറൈറ്റി ദോശ എന്ന് പറയുന്നത് ഒരു മസാല ദോശയാണ്. ഇതിന് കറക്റ്റ് പേര് എനിക്കറിയില്ല. അവരതിലേക്ക് ചിക്കൻ ഗ്രേവിയും ഒനിയനും അതുപോലെ കുറച്ച് കറിവേപ്പിലയും നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. അതും കാണാനും അതിൻ്റെ സ്മെല്ലൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഒരു സൈഡിൽ തന്നെ അവരുടെ കിഴി പൊറോട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയുണ്ടാവുക. പിന്നെ അവിടുത്തെ ആ ഒരു ചൂടിങ്ങനെ തട്ടി അത് നല്ലൊരു ടേസ്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് ചിക്കനും പിന്നെ പൊറോട്ട നല്ല ചിക്കി ഉണ്ടാക്കിയിട്ട് ഒരു തരം ചിക്കൻ്റെ ഗ്രേവി യൂസ് ചെയ്തിട്ട് അവർ നന്നായിട്ട് അടിച്ച് കൊത്തിയാണ് അത് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ നേരം അവർ ആ ഒരു സംഭവം വെച്ചിട്ട് നല്ലോണം അടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആ നല്ലൊരു ചൂടിൽ അത് നല്ലൊരു ടേസ്റ്റായിട്ട് മാറുന്നുണ്ട്. ഒരു സൈഡിൽ അവർ ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ഓംലെറ്റിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും എന്തോ ഒരു ടേസ്റ്റാണത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ല, അവർ ഒരുപാട് നേരം ഇങ്ങനെ അടിക്കുന്നത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളതിൻ്റെ ഒരു സ്മെല്ല് തന്നെ നല്ല രസമാണ് കേൾക്കാനൊക്കെ. പിന്നെ നമ്മൾ അകത്തേക്ക് പോയിട്ട് കറികൾ പരിചയപ്പെട്ടു. അത് ചിക്കൻ കറി, ഇത് തലക്കറി, പിന്നെ ഇത് കാടക്കറി, ഇത് കുടൽ കറി, പിന്നെ അതിനകത്തുള്ളത് ചിക്കൻ കറി തന്നെ. പിന്നെ ഇത് ചിക്കൻ പായക്കറി എന്നാണ് പറഞ്ഞത്. പിന്നെ ആ രണ്ടെണ്ണത്തിൽ കാണുന്നത് ചിക്കൻ സ്പെഷ്യൽ കറി. സ്പെഷ്യൽ ഗ്രേവി എന്ന് ശരിക്കും ബൺ പൊറോട്ടയുടെ കൂടെയാണ് യൂസ് ചെയ്യുക. തലക്കറി എന്ന് പറയുന്നത് മട്ടൻ തലക്കറിയാണ്. അതെനിക്ക് തോന്നുന്നു പിന്നെ മട്ടൻ്റെ പാർട്സാണ് അവർ തലക്കറി എന്ന് പറയുന്നത്. പിന്നെ ദോശയ്ക്ക് കൂട്ടാനുള്ള വെറൈറ്റി ചട്നികളും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ കറി. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് നോക്കിയെല്ലാം പരിചയപ്പെട്ടു. ഒരുപാട് വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം ട്രൈ ചെയ്യണമെന്നുണ്ടെന്ന് പക്ഷെ പറ്റിയില്ല. പിന്നെ നമ്മളെടുത്തത് ഓരോ ബൺ പൊറോട്ട എടുത്തു. പിന്നെ അതിനനുസരിച്ചുള്ള ഗ്രേവി ഉണ്ടായിരുന്നു. ഏത് ഗ്രേവി വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇതാണ് സ്പെഷ്യൽ ഗ്രേവി. ഇതാണ് ബൺ പൊറോട്ടയുടെ കൂടെ എല്ലാവരും മോസ്റ്റ്ലി യൂസ് ചെയ്യാറെന്നാണ് അവർ പറഞ്ഞത്. ചിക്കനാണിത്. പിന്നെ എല്ലാവരും ഓരോ ബൺ പൊറോട്ട മാത്രമല്ല, അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് ആ എഗ്ഗ് ഇട്ടിട്ടുള്ള ഒരു ദോശ നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. അതെനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. ഇതാണ് തലക്കറി. ഇതെനിക്ക് തോന്നിയത് അവർ പാർട്സാണ്, മട്ടൺ പാർട്സാണ് ശരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയത്, അല്ലാതെ മട്ടൺ തലയല്ല. പിന്നെ നമ്മൾ കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും. നമുക്ക് ബൺ പൊറോട്ടേനേക്കാളും കൂടുതൽ നമുക്കിഷ്ടമായത് കൊത്തു പൊറോട്ട ആയിരുന്നു. ബൺ പൊറോട്ടയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇത് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മുടെ നാട്ടിലൊക്കെ നോർമലി കിട്ടുന്ന പൊറോട്ടേനേക്കാളും ഒന്നുകൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. കൊത്തു പൊറോട്ട നമ്മൾ റിയാസ്ക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഭയങ്കര മസ്റ്റ് ട്രൈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ് എല്ലാ ഐറ്റംസ് ആണെങ്കിലും. പിന്നെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മൾ ഷവായ കട്ട് ചെയ്യുന്നതൊക്കെ കണ്ടു. അവിടെ ഷവായും ഫ്രൈഡ് റൈസും പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട്.
ഒരു സിസേഴ്സ് വെച്ചിട്ടാണ് അവർ ഷവായ കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം കണ്ടു, ഒരുപാട് ബൾക്കായിട്ട് അവർ കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 5-6 പേര് ഓർഡർ ചെയ്തപ്പം അവരിങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഫുഡൊക്കെ കഴിച്ച് എസീറിയാസ്ക്ക് 3 ഗോലി സോഡയൊക്കെ വാങ്ങിച്ച്. ഓറഞ്ചും ലെമണും ബ്ലൂബെറിയാണ് നമ്മൾ വാങ്ങിച്ചത്. തമിഴ്നാട്ടിലെ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു തരാനോ അതുപോലെ നമുക്കൊരു സ്മൈലായിരിക്കും എപ്പോഴും. എസയ്ക്ക് ബോട്ടിലൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പൊട്ടിച്ച് എസിൻ്റെ കയ്യിലൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെയാണ് അവരത് ചെയ്യുന്നത്. ഇത് കുടിച്ചിട്ട് അവരുടെ റിയാക്ഷൻസ് കാണാൻ ഭയങ്കര രസമായിരുന്നു. അവ കുടിച്ചിട്ട് അവൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു. അവളുടെ മുഖം അങ്ങനെയാണുള്ളത്. പിന്നെ നമുക്ക് ഏകദേശം ഒരു 700 ആണ് എമൗണ്ട് ആയത്. പിന്നെ നമ്മളതൊക്കെ ഫുഡൊക്കെ കഴിച്ച് നേരെ പോകുന്ന വഴിക്ക് നെഹദി മന്തി റെസ്റ്റോറൻറ്റും കണ്ടു. നമുക്ക് കേരളത്തിലുണ്ട്, കോയമ്പത്തൂരും ഉണ്ട്, അങ്ങനെ ബാംഗ്ലൂരും, അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും മന്തി കഴിക്കണമെങ്കിൽ കോയമ്പത്തൂരും ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ.